അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തു തൗഹീദ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളിൽ ചില ആളുകൾ എവിടെയെങ്കിലും ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവിടെ പോയിട്ട് മയ്യത്ത് കണ്ടുവന്നിട്ട് ചില അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? നല്ല ചിരിച്ചു കിടക്കുന്ന മയ്യത്തായിരുന്നു, മയ്യത്തിന് ഒരു ഈമാൻ തുളുമ്പുന്ന മുഖമായിരുന്നു, മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന മുഖമായിരുന്നു, ഇങ്ങനെ പല തരത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? എന്നാൽ ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മുസ്ലിയാർ ഒരു 3 കാര്യങ്ങൾ നല്ല മയ്യത്തിന്റെ ലക്ഷണങ്ങളായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോശം മയ്യത്തിന്റെ ലക്ഷണങ്ങളായിട്ടും പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഈ രൂപത്തിൽ കണ്ട ആളുകൾ മാത്രമേ നല്ല മയ്യത്ത് എന്നില്ല, അതുപോലെ തന്നെ ഈ രൂപത്തിൽ കണ്ട ആളുകൾ മാത്രമേ മോശമായ മയ്യത്ത് എന്നില്ല. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഈ രൂപത്തിലുള്ള ഒരു 3 അടയാളങ്ങൾ കണ്ടാൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കുകൂട്ടാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 3 ലക്ഷണങ്ങൾ കണ്ടാൽ അത് ദുർമരണത്തിന്റെ ലക്ഷണങ്ങളായിട്ടും നമുക്ക് കണക്ക് കൂട്ടാം. ലക്ഷണങ്ങളാണ് എന്നാണ് പറഞ്ഞത്. അത് ഹദീസിലുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഇത് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതായത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ആ ഗാന ഗ്രന്ഥത്തിലെ മരണം ഒരു വിചിന്തനം എന്ന് പറയുന്ന ആ ബൈത്തില് ഇടയിൽ വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്ന ഒരു 6 കാര്യങ്ങളാണ്. അതില് നല്ല മയ്യത്തിന്റെ ലക്ഷണങ്ങളായിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നത് ലക്ഷണം ചിലതുണ്ട്, തിരുവചനമായവകൾ മശായിഖിലുണ്ട്. നെറ്റിത്തടം വിയർക്കുന്നതേറ്റം നല്ലതാ, കണ്ണിന്റെ വെള്ളമൊലിക്കലും കൈറുള്ളതാ. മുഖിന്റെ ദ്വാരം വീർപ്പ് കണ്ടാലും അത് ശുഭലക്ഷണത്തിൽ തന്നെയാണ് എണ്ണുന്നത്. ഇതിൽ പറഞ്ഞ 3 കാര്യം, ഒന്ന് നെറ്റിത്തടം വിയർക്കുക. മയ്യത്തിന്റെ നെറ്റിത്തടം വിയർത്ത് കണ്ടാൽ അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. അതുപോലെ തന്നെ കണ്ണിൽ നിന്നും വെള്ളമൊഴുകുന്നതായിട്ട് കണ്ടാൽ, മരണപ്പെട്ട മയ്യത്തിന്റെ കണ്ണിൽ നിന്നും വെള്ളമൊലിക്കുന്നത് കണ്ടാൽ അതും നല്ല ലക്ഷണമാണ്. അതുപോലെ തന്നെ മൂക്കിന്റെ ദ്വാരം കുറച്ച് വികസിച്ച് കണ്ടാൽ അതും നല്ല ലക്ഷണമാണ് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. ബഹുമാനപ്പെട്ടവർ പറയണമെങ്കിൽ അത് ഹദീസിന്റെയോ അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞ ഗ്രന്ഥത്തിന്റെയോ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ദുർമരണത്തിന്റെ ചില ലക്ഷണങ്ങൾ കൂടെ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. കവിൾവായിൽ നിന്നും പതയിറങ്ങി വരുന്നതും വർണ്ണം ചുവന്ന ശരീരമായി കാണുന്നതും ദുർലക്ഷണം എന്ന ഹദീസിൽ വന്നതും. എന്താ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്? അറുത്തിട്ട ഒട്ടകം പോലെ വലിക്കുന്നത് നീ കണ്ടാൽ, അതായത് നമ്മൾ സാധാരണ നാൽക്കാലി മൃഗങ്ങളെ അറുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വല്ലാതെ വലിക്കുന്നുണ്ടാകും. ആ രൂപത്തിൽ വലിക്കുന്നതായിട്ട് കണ്ടാൽ അത് ദുർമരണത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ തന്നെ വായിൽ നിന്നും നൊര പുറത്തേക്ക് വരികയാണെങ്കിൽ അതും ദുർമരണത്തിന്റെ ലക്ഷണമാണ്. അതുപോലെ ശരീരത്തിന് ചെറിയ ചുവപ്പ് നിറം കയറി വന്നാൽ അതും ദുർമരണത്തിന്റെ ലക്ഷണമാണ്. അത് ഹദീസിലുള്ളതാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. ഇതൊന്നും എൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ടവർ ഹദീസിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞതാണ്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. ഈമാനോടുകൂടിയുള്ള മരണം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിചാരിച്ചിട്ടുള്ളത് മയ്യത്തിനെ നോക്കൽ എന്ന് പറയുന്നത് അത് വലിയൊരു പുണ്യമുള്ള കാര്യമാണെന്നാണ്. ചില ആളുകൾ മരണപ്പെട്ടു പോയാൽ അവിടെ തലക്കാൻ ഭാഗത്ത് ഒരാളെ തന്നെ നിർത്തും. എന്തിനാ അറിയോ? ആൾക്കാർ വരുന്ന സമയത്ത് ഈ മുഖത്തിന്റെ മൂടി ഒന്ന് തുറന്നു കൊടുക്കാൻ വേണ്ടി ആള് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ തുറന്ന് കാണിച്ചു കൊടുക്കുക. ആളുകൾ നോക്കുക പോവുക. ഇത് മയ്യത്തിന് നോക്കല് വലിയ എന്തോ പുണ്യകരമായ കാര്യങ്ങൾ എന്നാണ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. മയ്യത്തിന് നോക്കല് സുന്നത്തൊന്നുമില്ല. അതുമല്ല, അൽ മയ്യത്തു ഔറത്തുൻ എന്നൊരു ഹദീസ് ഉണ്ട്. മയ്യത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഔറത്താണ്.
അത് വെച്ചിട്ടാണെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മയ്യത്ത് മുഴുവനും ഔറത്താണെന്നാ. അതുകൊണ്ട് മയ്യത്ത് നോക്കാനേ പാടില്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അധിക പണ്ഡിതന്മാരും വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ അൽ മയ്യത്തു ഔറത്ത് എന്ന് പറയുന്നത് അത് സാധാരണ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് ഔറത്തുള്ളത് ആ രൂപത്തിൽ തന്നെയാണ് മരണപ്പെട്ടാലും ഔറത്ത് എന്നാണ്. എന്നാൽ ഈ മയ്യത്ത് നോക്കാൻ പാടില്ല എന്ന് പറയുന്നത് മയ്യത്ത് മുഴുവനും ഔറത്താണ് എന്ന് പറഞ്ഞിട്ടാണ്. ഏതായാലും നോക്കൽ സുന്നത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ പിന്നെ ആരെങ്കിലും അവിടെ പോയിട്ട് ആ മയ്യത്ത് പോലും നോക്കിയിട്ടില്ല എന്നാണ് ചില ആൾ കുറ്റം പറയാറുള്ളത്. ആരെങ്കിലും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു മയ്യത്ത് പോലും ഒരിക്കലും നോക്കിയിട്ടില്ല. അപ്പൊ മയ്യത്ത് നോക്കുക എന്ന് പറയുമ്പോൾ എന്തോ വലിയ പുണ്യമുള്ള കാര്യം പോലെയാണ് ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. എന്നാൽ അങ്ങനെയല്ല. മരണപ്പെട്ട സ്ഥലത്തേക്ക് വരിക, ആ മയ്യത്തിന്റെ അടുത്ത് നിൽക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, ദിക്റുകൾ ചൊല്ലുക, അതൊക്കെ പുണ്യമുള്ള കാര്യമാണ്, ഹദീസിൽ വന്നതാണ്. അതൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ അടുത്തു നിന്നും ആട്ടി ഓടിക്കുക. കാരണം അങ്ങനെയുള്ള ആളുകൾ അടുത്തുണ്ടാൽ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നിങ്ങൾ ഖുർആൻ ഓതുക, നിങ്ങൾ ദിക്റുകൾ ചൊല്ലുക, തഹ്ലീലുകൾ ചൊല്ലുക, ഒക്കെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ എന്തൊക്കെ കഴിയുമോ അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി നിയ്യത്തും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അവർക്ക് ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം ഉറപ്പായിട്ടും ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തെരുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളെല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.